കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞു കണ്ടായിരുന്നോ? ഫസ്റ്റ് ഈ ഒരു മറ്റേ ദാസേട്ടനുമായിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. അന്നേരം എന്താ തോന്നിയേ? ശേഷം ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ട്? അപ്പൊ നമ്മുടെ കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു സുധി. കിച്ചുവിനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മകനാണ് കിച്ചു സുധി. കിച്ചു ഉണ്ടായതിനു ശേഷമാണ് ആക്ച്വലി കൊല്ലം സുധി രേണു സുധിനെ കല്യാണം കഴിക്കുന്നത്. എന്തായാലും കൊല്ലം സുധിയുടെ മരണശേഷവും കിച്ചുവിനെ രേണു നല്ല രീതിയിൽ തന്നെ വളർത്തുന്നുണ്ട് അല്ലേ. പറയുമ്പോൾ കിച്ചുവിന്റെ രണ്ടാം അമ്മയാണ് രേണു. പക്ഷെ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം രേണു സ്വന്തം അമ്മ തന്നെയാണ്. ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ തന്നെ രേണു പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ആദ്യത്തെ മകനാണ് കിച്ചു എന്ന്. എന്റെ രണ്ടാമത്തെ മകനേക്കാളും എനിക്ക് അടുപ്പം കിച്ചുവിനോടാണ് എന്നൊക്കെ. എന്തായാലും ഇപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ കിച്ചുവിന്റെ ഒരു ഇന്റർവ്യൂ മെയിൻ സ്ട്രീം വൺ എന്ന് പറഞ്ഞൊരു ചാനൽ കാണാനിടയായി. നമ്മുടെ പഴയ മഴവിൽ കേരളം ചാനൽ തന്നെ. ആ ചാനൽ ഇവരൊന്ന് പേര് മാറ്റി ഇറക്കിയെന്ന് മാത്രം. എന്തായാലും കിച്ചുവുമായിട്ടുള്ള ആ ചാനൽ ഇന്റർവ്യൂ കണ്ട സമയത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി രേണുസുധിയുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ച് കാലത്തേക്ക് വീഡിയോസ് ഒന്നും ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് എന്തായാലും ഇന്റർവ്യൂടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കിച്ചു ഇപ്പൊ നിലവിൽ രേണുസുധിയോടൊപ്പം അല്ല കഴിയുന്നത്. അവരിപ്പോ ആനിമാക്ഷൻ VFX പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഹോസ്റ്റലിലൊക്കെയാണ് കഴിയുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ലീവ് കിട്ടുമ്പോൾ വീട്ടിൽ വന്ന് പോകാറുണ്ട്. അങ്ങനെ ലീവൊക്കെ കിട്ടി വീട്ടിലേക്ക് വന്നപ്പോഴായിരിക്കണം ഈ പറയുന്ന മഴവിൽ കേരളംകാർ ഇവനെ പൊക്കിയത്. എന്തായാലും ഈ ഇന്റർവ്യൂകാർ ഇവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. അമ്മയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. അതിന് വരുന്ന കമന്റ്സ് ഒക്കെയോ? അങ്ങനെ നോക്കാറുണ്ടല്ലോ, വീഡിയോ വരുമ്പോ ജസ്റ്റ് കാണും. അമ്മ ഷൂട്ടൊക്കെ വരുന്ന സമയത്ത് കിച്ചനോട് വിളിച്ച് പറയാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പറയും. ശരി, ഷൂട്ട് വരുമ്പോ രേണുവിന് എന്തിനാണ് കിച്ചുവിനോട് പറയേണ്ട ആവശ്യം? ഇനിയിപ്പോ കിച്ചുവിനെ പെർമിഷൻ കിട്ടിയിട്ടാണ് രേണുവിന് ഒരു ഷൂട്ടിൽ അഭിനയിക്കാൻ. രണ്ടുപേരുടേതായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ പിന്നെ ആ ചോദ്യത്തിന് തന്നെ അവിടെ പ്രസക്തി ഇല്ല. കഴിഞ്ഞില്ലേ കേട്ടോ, ഇതൊക്കെ സാമ്പിൾ. ഇനിയുള്ള ഇന്റർവ്യൂയുടെ ചോദ്യങ്ങളാണ് മക്കളെ, ചോദ്യങ്ങൾ കണ്ടോക്കാം. ഫസ്റ്റ് ഈ ഒരു മറ്റേ ദാസേട്ടനുമായിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. അന്നേരം എന്താ തോന്നിയേ? അന്നേരം രേണുവിന്റെ മുഖത്തിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നി. എന്തോന്ന് ചോദ്യമാണ് ഇതൊക്കെ. ദാസേട്ടനുമായിട്ടുള്ള ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. എങ്ങോട്ടേക്കാണ് ഈ ചോദ്യത്തിന് പോക്കെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വഴിയെ ഞാൻ മനസ്സിലാക്കി തരാം. ബാക്കി കണ്ടോക്കാം. തോന്നിയില്ല, അത് അമ്മയുടെ ഇഷ്ടം ചേട്ടൻ വിചാരിച്ചു. അതെ. എന്നിട്ട് അതിന്റെ ഔട്ട് വന്നിട്ട് വീഡിയോസ് ഒക്കെ പുറത്ത് വന്നപ്പോ കണ്ടായിരുന്നോ? അതിന്റെ താഴെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്ന് ആകെ വൈറലായി. വീഡിയോ കണ്ട് ജസ്റ്റ് ഓ അത്രേ ഉള്ളൂ. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്ന് കണ്ടപ്പോഴത്തേക്ക് അമ്മ അത്രയും പേര് മോശമൊക്കെ പറയുന്നു കണ്ടപ്പോഴത്തേക്ക് ഞാൻ അങ്ങനത്തെ സൈഡിലോട്ട് ഇല്ല. ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ എടാ അങ്ങനെയാണല്ലോ? അവർക്കും അറിയാം കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊന്നും കമന്റ്സ് ഒന്നും ഫ്രണ്ട്സ് ആയാലും പറയാറുണ്ട്. ഇഷ്ടമല്ലേ? അതെ. അതിപ്പം ഫസ്റ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അമ്മ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും വിവാദമാവുമെന്ന് കരുതിയില്ല. ഓക്കെ, എല്ലാരും ശ്രദ്ധിക്കുന്ന കരുതി, പക്ഷെ വിവാദമാവുമെന്ന് കരുതിയില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിവാദമായി ഭയങ്കരമായിട്ട് അമ്മയെ തേജോവധം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ കമന്റുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കോ വേണ്ട അമ്മ എന്തിനാ അത് ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങനെയൊക്കെ തോന്നിയോ? അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അമ്മയുടെ ഇഷ്ടമല്ലേ, ചെയ്യട്ടെ. അങ്ങനെയാണ്. അതെ. കൂടുതലും എന്താ പറയാ, എല്ലാരും പറയുന്നതെന്ന് വെച്ചാൽ കണ്ടോ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടത്തിന് നടക്കുന്നു അങ്ങനെയൊക്കെയുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്. അതിനെങ്ങനെയാ നോക്കിക്കാണുന്നേ? അതിനെ രണ്ട് കണ്ണിലൂടെ നോക്കി കാണുന്നു. എന്താ ഞാനിതിനൊക്കെ പറയാം. ഓൾറെഡി തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ആ പയ്യൻ പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് മറുപടി പറയുന്നത് അല്ലേ. എന്നാ ആ ചോദ്യം അവസാനിപ്പിച്ച് വേറെ എന്തെങ്കിലും ചോദിക്കാം. ഇതാ പയ്യന് മറുപടി പറയാൻ താല്പര്യമില്ല എന്നാ അറിഞ്ഞിട്ട് കൂടിയും വീണ്ടും വീണ്ടും ഒരേ ചോദ്യം നിന്നെ തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്ന. ഇതിപ്പോ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പയ്യനെ വായുന്നവർക്ക് എന്തെങ്കിലും വീണ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ അത് വെച്ച് തമ്മിൽ ഇറക്കാലോ. രേണുവിനെതിരെ പൊട്ടിത്തെറിച്ച് കിച്ചു. ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് കുടുംബത്തിന് തന്നെ എന്ന് പറഞ്ഞ് അടിച്ചിറക്കാലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചു മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടപ്പാടാണെന്ന് നോക്കിയങ്ങള്. എന്തായാലും ഇന്റർവ്യൂർ നല്ല പണി എടുക്കുന്നുണ്ട് കിച്ചുവിന്റെ വായിന്ന് എന്തേലും വീണ് കിട്ടാൻ. ആദ്യം നോർമൽ എന്ന് ചോദിച്ചു നോക്കി. അമ്മയുടെ വീഡിയോസ് ഒക്കെ കാണാറില്ല, അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ കാണാറില്ല, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്. അപ്പൊ അവനെ പ്രത്യേകിച്ച് ഒന്നും പറയില്ല എന്ന് കണ്ടപ്പോ ഒന്നുകൂടി സ്ട്രോങ് ആക്കി ചോദിച്ചു നോക്കി. മറ്റേ ദാസേട്ടനുമായിട്ടുള്ള മറയുന്ന ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. അപ്പോഴും അവൻ ആദ്യം പറഞ്ഞ നിലപാടിൽ തന്നെ അങ്ങ് ഉറച്ചു നിന്ന്. പക്ഷെ അതുകൊണ്ടൊന്നും ഇന്റർവ്യൂർ തളർന്നില്ല കേട്ടോ. അവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടി അടങ്ങും എന്നുള്ള വാശിയിലാണ് പുള്ളിക്കാരി. അങ്ങനെ വാശി മൂത്തി പുള്ളിക്കാരി അടുത്ത ചോദ്യം എടുത്തിടാൻ തുടങ്ങി. അന്ന് കണ്ടോക്കാം. എപ്പോഴും അതുപോലെ തന്നെ രേണുശേഷി പറയാറുള്ളതെന്ന് പറഞ്ഞാല് ഋതുക്കുട്ടിനെക്കാളും കാര്യമാണ് കിച്ചുനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നാ പറയാറുള്ളത്. അതിനെപ്പറ്റി എന്താ കിച്ചുവിന് പറയാനുള്ളത്? എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യം. അതായത് കിച്ചു ഒരു ഇച്ചിരി, അതായത് കിച്ചുവിന് ഒരു അറിവായതിനു ശേഷമല്ലേ രേണു ചേച്ചിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഫസ്റ്റ് കണ്ട അന്ന് മുതലേ അങ്ങനെ, അതായത് അമ്മയെന്ന് തന്നെയാണ് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആദ്യം ചേച്ചി എന്നൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്മയെന്നുള്ള വിളി തുടങ്ങിയ ശേഷം സ്വന്തം അമ്മയെ പോലെ തന്നെയാണോ?
അതെ. പിന്നെ ഈ ഒരു അച്ഛന്റെ മരണത്തിന് ശേഷം ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. അമ്മന്റെ ആ ബീച്ചിൽ നിന്നൊക്കെ മറിയുന്ന ആ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ, അത് കണ്ടതിന് ശേഷം എനിക്ക് അവരോട് വെറുപ്പായിരുന്നു എന്ന മറുപടി ആളുകൾ അവന്റെ വായ നിങ്ങൾ ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തോന്ന് ചോദ്യമാണ് ഇതൊക്കെ. ഒരു അച്ഛൻ മരിച്ച് രണ്ടാനമ്മയോടൊപ്പം കഴിയുന്ന ഒരു മകനോട്, രണ്ടാനമ്മയുമായി വളരെ നല്ല ടേംസിൽ പോകുന്ന ഒരു മകനോട് ചോദിക്കുന്ന ചോദ്യമാണിത്. അച്ഛൻ മരിച്ചതിന് ശേഷം എന്തേലും ഒരു ഗ്യാപ്പ് രണ്ടാനമ്മയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പുറത്തിരിക്കുന്നത് അവനായത് നന്നായി, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എണീറ്റ് നിന്ന് രണ്ടെണ്ണം പൊട്ടിച്ചേനെ. അമ്മാരി ചോദ്യം ചോദിക്കുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അപ്പോ ഈ തരത്തില് നെഗറ്റീവ് കമന്റ്സ് വരുന്നു. പിന്നെ അമ്മയാണ് പിന്നെ ഈ പറയുന്ന പോലെ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമന്റുകളാണെങ്കിൽ. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളാണെങ്കിൽ തന്നെ വേറെ കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലേക്കൊക്കെ വരുമ്പോഴേ ഇത് കാണുമ്പോ എന്താ പറയാ, ഞാനങ്ങനെ കാണാറില്ല. അല്ല, അങ്ങനെ പറയരുതോ. കാണണം, കണ്ടിട്ട് കിച്ചു ഒരു അഭിപ്രായം പറയണം. കണ്ടിട്ട് അമ്മയെ തെറി വിളിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അത് വെച്ച് നമുക്ക് കണ്ടനൊന്ന് പൊലിപ്പിച്ചെടുക്കാലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചു മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുഖത്തടിച്ച പോലെ കിച്ചു മറുപടി പറയല്ലേ. കഷ്ടപ്പെട്ട് കിച്ചുവിന്റെ വീട് വരെ വന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് ഇങ്ങനെയാണ് കിച്ചു മറുപടി പറയേണ്ടത്? രേണുസുധിനെ 2 ചീത്ത വിളിക്ക് കിച്ചു മോനെ, എന്നാലല്ലേ ഇന്റർവ്യൂ ഒരു ഉഷാറാവത്തുള്ളൂ. എന്താണ് കിച്ചു മോനെ, ബാക്കി പറഞ്ഞാട്ടെ. എന്താ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ? വരുമ്പോ ജസ്റ്റ് കാണും, കമന്റ് വായിക്കാൻ പോവാ, അങ്ങനെ ഒന്നുമില്ല. അമ്മേനെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, എനിക്കൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് മാത്രം കഥ മനസ്സിലായില്ല, അപ്പം അങ്ങനെ വിളിച്ചു ചോദിച്ചു. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അമ്മ അത്രയൊന്നും എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോയി ചെയ്യണ്ട അങ്ങനെയൊന്നും അഭിപ്രായമൊന്നുമില്ല. അതൊക്കെ അമ്മയുടെ ഇഷ്ടമല്ലേ, പറയാൻ പറ്റും. അങ്ങനെയൊന്നും പ്രത്യേകിച്ച്. അതായത് എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ, അതായത് അമ്മ ഈ തരത്തിലൊക്കെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തരത്തിൽ അങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ കാരണം കിച്ചു വളർന്നു വരികയാണ്, ഋതു വളർന്നു വരികയാണ്, അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേട് ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം. എല്ലാവരുടെയും സംശയമല്ല, നിങ്ങളുടെ സംശയം. നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സംശയം, അങ്ങനെ പറ. അതല്ലാതെ ആർക്കും ഇങ്ങനെ ഒരു സംശയമില്ല. ഇവിടെ രേണുസുധി ചെയ്യുന്ന കാര്യങ്ങൾ ആരും കിച്ചുവിനോട് ബന്ധപ്പെടുത്തി നോക്കാറില്ല, കമന്റ് ചെയ്യാറില്ല, സംസാരിക്കാറില്ല. കിച്ചുവിനെ കിച്ചുവായിട്ടും രേണുസുധിനെ രേണുസുധിയായിട്ടുമാണ് ഇവിടെ ആൾക്കാർ കാണുന്നത്. രേണുസുധി എന്ത് ചെയ്താലും ആരും അത് കിച്ചുവിനോടും ചോദിക്കാൻ പോകാറില്ല, കിച്ചു എന്ത് ചെയ്താലും രേണുവിനോടും ചോദിക്കാൻ പോകാറില്ല. അല്ല, രേണുവിനോട് ചോദിക്കാൻ കിച്ചു എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ട. എന്തായാലും കണ്ടന്റിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സംശയം കൊള്ളാം. ആ സംശയം നിങ്ങളായിട്ട് തന്നെ 4 എങ്ങും മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി കേട്ടോ. അത് ജനങ്ങളുടെ തലയിലിടാൻ നിൽക്കണ്ട. ബാക്കി പറഞ്ഞാട്ടെ. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തിൽ ഒരു ആൽബത്തിന്റെ ഷൂട്ടൊക്കെ വെച്ചിട്ട് ന്യൂസ് വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ തരത്തില് അമ്മയുടെ വിവാഹം അങ്ങനെ കഴിഞ്ഞാൽ തന്നെ കിച്ചുന് എന്ത് തോന്നും? കഴിച്ചപ്പം അത് അമ്മയുടെ ഇഷ്ടം. അതുപോലെ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടം, അതിലൊരു അഭിപ്രായമില്ല. ഒരു എന്താ പറയാ, അച്ഛന്റെ ആ ഒരു സാന്നിധ്യം വിട്ടു പോകും, അല്ലെങ്കിൽ അച്ഛന്റെ ഭാര്യയായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ, അത്രയല്ലേ ആയുള്ളൂ. അങ്ങനെയില്ല. ഇപ്പം അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് നിക്കാൻ വയ്യ, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നിക്കാനായിട്ടാണെങ്കിൽ കുഴപ്പമില്ല ആണ്. അല്ലാതെ ഇനി അങ്ങോട്ട് പോകുന്തോറും അമ്മ, കാരണം നിങ്ങൾ 2 ആൺകുട്ടികളാണ്, നിങ്ങൾ രണ്ടുപേരും അതുകൊണ്ടാണ് വളർന്നു പോകും. അപ്പൊ അമ്മ ഒറ്റയ്ക്കാവില്ലേ? അതുകൊണ്ട് ഒരു വിവാഹം എന്തായാലും കഴിക്കണം എന്നുള്ളൊരു തരത്തില്. എന്തൊരു ചുസ്കാന്തിലെ രേണുവിന്റെ കല്യാണ കാര്യത്തില്. ഒരു തവണ അവന് പറയാനുള്ള മറുപടി പറഞ്ഞു, അമ്മ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, അമ്മ ഇനി 2ാമത് കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല എന്ന്. ആ മറുപടി ഒന്നും ഇവർക്ക് തൃപ്തികരല്ല. പിന്നെയും അടുത്ത് ചോദിക്കുകയാണ്, 2 മക്കള് വളർന്നു വരല്ലേ, അപ്പൊ എന്താണ് തോന്നുന്നുള്ള രീതി. എന്തോന്നട്ടെ ഇതൊക്കെ. എന്തായാലും രേണുവിന്റെ 2ാം വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് രേണുവിന്റെ പുതിയ ഫോട്ടോഷൂട്ട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അമ്പലത്തിൽ വെച്ച് മറ്റൊരാളുമായി താലി കെട്ടിയ ഒരു ഫോട്ടോ ആണ്. ഞാൻ ഫോട്ടോ സൈഡ് കൊടുക്കാം. പിന്നെ കത്തൊക്കെ അടിച്ചിട്ടുണ്ട്. ആ കത്തിന്റെ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏപ്രിൽ 30-നാണ് കല്യാണ ഡേറ്റ് പറഞ്ഞത്. പക്ഷെ കല്യാണം നടക്കുന്ന സ്ഥലം നോക്കി നിങ്ങൾ, എനി വേറെ എനി സിറ്റി എന്ന്, അതായത് എവിടെയോ വെച്ച് എപ്പോഴും നടക്കുന്ന കല്യാണം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് എടുത്തതാണെന്നുള്ളത്. ആ യൂഷ്വൽ എപ്പോഴത്തും പോലെ തന്നെ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി. എന്തായാലും ബാക്ക് ഇന്റർവ്യൂലേക്ക് വരുന്ന സമയത്ത് ഇത് വളരെ മോശം ഇന്റർവ്യൂ എന്ന് പറയാതെ വയ്യ. ഒന്നും അറിയാത്ത ആ പാവം പയ്യനെ വിളിച്ചിട്ട് ഇമാതിരി ഊളത്തരങ്ങൾ ചോദിക്കാൻ നാണമില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുറച്ചൊക്കെ സ്റ്റാൻഡേർഡ് കാണിക്കണം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം.